ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വന്നത് ഇച്ചിരി താമസിച്ചാട്ടോ. അപ്പം മണി 2 അവർക്ക് വിശക്കുന്നുണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ചിരിക്കുക രണ്ടുപേരും കൂടെ. ചോറൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇച്ചിരി അരിശം കണ്ടേച്ചങ്ങോട്ട്. എന്നാടാ ക്ഷീണിച്ച് പോയോ കുഞ്ഞേ? അവശതയായി പോയോ ഭക്ഷണം കഴിക്കാഞ്ഞിട്ട്? കണ്ടോ പപ്പി അങ്ങോട്ട് നോക്കി നിൽക്കുവാണേ ദേഷ്യത്തിൽ. എന്നാന്ന് ഇനിയാണോ? ചോറിപ്പം തന്നെ തരാം. എന്തോ ഇറങ്ങിക്കോ, കരയണ്ട, ഇറങ്ങിക്കോ കേട്ടോ. ചോറ് വെച്ച് തരാവേ, ഇപ്പം തന്നെ തരാം കേട്ടോ. അത് കണ്ടത് ഈ പപ്പി ഇന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. വിശപ്പിൻ്റെ കൂടുതൽ കൊണ്ടാ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് കേട്ടോ. രണ്ടുപേർക്കും കൂടെ ചോറ് വെച്ച് കൊടുക്കട്ടെ. രണ്ടുപേർക്കും ചോറ് വെച്ച് കൊടുത്തു കേട്ടോ. ദേഷ്യപ്പെട്ട് എന്നെ ഒന്ന് കടിക്കാനൊക്കെ നോക്കി. വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരാണ് രണ്ടുപേരും. ചോറ് തിന്നോ കേട്ടോ. വെയിൽ കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന്. എന്നാ രണ്ടുപേർക്കും 2 പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം അത് കഴിച്ച് തീരുമ്പം ഇപ്പുറത്തെ പാത്രത്തിൽ അവൻ ഓടി നടക്കുക. ഏതിനാ ടേസ്റ്റ് എന്ന് ഓർത്തായിരിക്കും നടക്കുന്നത്. 2 പേർക്കും ഒരേ ചോറാണ് കൊടുത്തേക്കുന്നത്, മീൻകറി ഒഴിച്ച്. മീൻകറിയും ചോറുമാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട ആഹാരം. ഇറച്ചി ആയാലും കുഴപ്പമില്ല, വേറെ എന്ത് കൊടുത്താലും അതും വെച്ചുകൊണ്ട് അവർ സമരം ചെയ്യും രണ്ടുപേരും കൂടെ. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തമ്മിൽ കാണാം. അതുവരെ കഴിച്ചോട്ടോ. കേട്ടോടാ. ചിലപ്പം കടിക്കും, ചിലപ്പം ദേഷ്യം കയറിയിട്ട് വിശന്നിട്ട്. നിന്നെ മോന്തും ഞാൻ വേഗം തിന്നോട്ടോ. എന്നിട്ട് അപ്പുറം അങ്ങേയറ്റം പോയി വിശ്രമിച്ച് കിടന്നു. എന്താണ് ഒച്ചപ്പാടുണ്ടാക്കുന്നേ? എന്നേ ഇതിലെ ആരാ പോയത്? ഏതോ പട്ടികൾ അതിലേ പോയി. ഒരു സ്വൈര്യം തരുന്നില്ല കേട്ടോ. രണ്ടുപേരും കൂടെ മത്സരമാണ്. ഭയങ്കര ഏതാ സ്വൈര്യം താടാ. മനുഷ്യന് സ്വൈര്യം കൊടുക്കൂലേ? ഇല്ലേ? മിണ്ടാൻ പാടില്ല. മിണ്ടി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കേട്ടോ. പച്ചപ്പാടും മഴക്കും കിടന്നുകൊണ്ട് ഇതിലെങ്ങാണ്ട് ഒരു ഈ കരിയിലക്കാടുകൾ കുറേ പറന്നു. അവരെ കണ്ടോണ്ടാ പച്ചപ്പാട് മുഴുവനും. അവിടെ കിടന്നോ, ഞാൻ പോവുക. നമ്മൾ 4 മണിയായപ്പോഴത്തേനും, 4 ആയില്ല കേട്ടോ, 3:30 ആയില്ല. കട തുറക്കണം 4 മണിക്ക്. അപ്പോഴത്തേനും പോവുകയാണേ. ഇനി അവർ രണ്ടുപേരും തനിച്ചേ ഉള്ളൂ. ഞങ്ങൾ 7 മണിയാവും. അനുമോളും ഞങ്ങളും കൂടെ, ഞാനും പപ്പയും അനുമോളും വരുമ്പോൾ 7 മണിയാവും. മോൻ വരുമ്പോൾ 10:30 ആവും. അതുവരെ നമ്മുടെ